നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ നടത്തിയിരിക്കുകയാണ്. അതിൽ 3 പേർ മരിക്കുകയും 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വീടിന് തീ പിടിച്ച് വീട്ടിലുള്ള 5 പേരാണ് പൊള്ളലേറ്റു പിടയുന്ന അതിദാരുണമായ കാഴ്ചയാണ് ഇന്ന് രാവിലെ മലപ്പുറം പൊന്നാനിയിൽ ഉണ്ടായത്. തൊട്ടടുത്ത് നിന്ന വീടിനെ തീ വിഴുങ്ങിയത് അയൽവാസിയായിട്ടുള്ള സജീവനും കുടുംബവുമാണ് ആദ്യം കണ്ടത്. ഈ തൊട്ടടുത്ത വീട്ടിലുള്ള സജീവന്റെ വീടിന്റെ ഗൃഹപ്രവേശനമായിരുന്നു ഇന്ന്. പാലുകാച്ചൽ ചടങ്ങ് നടത്താനായി വീട് വൃത്തിയാക്കാനായി അവർ പുലർച്ചെ 2 മണിയോടെ എഴുന്നേറ്റു. ഉറക്കമുണർന്നപ്പോഴാണ് തൊട്ടടുത്ത് തീ കണ്ടത്. ആദ്യം സംഭവ സ്ഥലത്ത് എത്തിയതും അവർ തന്നെയാണ്. പിന്നാലെ വെള്ളം കോരി ഒഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചു. ഓടിട്ട വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ വീടിനുള്ളിലെത്തിയത്. വീട്ടിലുണ്ടായിരുന്ന മണികണ്ഠൻ, അമ്മ സരസ്വതി, ഭാര്യ റീന, മക്കളായ അനിരുദ്ധൻ, നന്ദന എന്നിവരെയാണ് ഉടൻ തന്നെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ഒരു പുലർച്ചെ നേരത്താണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം നടന്നിട്ടുള്ളത്. വാതിൽ തുറന്ന് ഇവർ വീട്ടിലെത്തിയപ്പോൾ തന്നെ മണികണ്ഠനെയും അമ്മയുടെയും ഭാര്യയുടെയും നില അതീവ ഗുരുതരമായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകാതെ മരണം സ്ഥിരീകരിച്ചിരുന്നു. വീടിന് തീ പിടിച്ചതാകാമെന്നാണ് ആദ്യം പോലീസും മറ്റും കരുതിയത്. എന്നാൽ പിന്നീട് സംഭവം ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് മണ്ണെണ്ണ കുപ്പിയും പെട്രോൾ കുപ്പിയും കണ്ടെത്തിയതോടെയാണ് സംശയം ബലപ്പെട്ടത്. പരിശോധനയിൽ മണികണ്ഠൻ കിടന്ന മുറിയിലാണ് ആദ്യം തീ പടർന്നു പിടിച്ചത് എന്നുള്ളത് മനസ്സിലായി. സ്വന്തം മുറിയിലെ കട്ടിലിൽ തീയിട്ട ശേഷം മണികണ്ഠൻ മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തീ ആളിപ്പടർന്നതോടെയാണ് മറ്റുള്ളവർക്കും കൂടെ പൊള്ളലേറ്റത്. പപ്പട കച്ചവടക്കാരനായ മണികണ്ഠൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെന്നാണ് കണ്ടെത്തൽ. ഇതാകാം ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. 2 ആഴ്ച മുൻപാണ് മകൾ നന്ദനയുടെ വിവാഹം ഉറപ്പിച്ചത്. വിവാഹത്തിനായി പണം കണ്ടെത്താനായി മണികണ്ഠൻ ബുദ്ധിമുട്ടുകയായിരുന്നെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഏതായാലും 3 പേരാണ് ഒരു കുടുംബത്തിലെ ഒറ്റയടിക്ക് മരിച്ചത്. മറ്റു 2 പേരുടെ നില ഗുരുതരമാണ്. അവർ ആശുപത്രിയിൽ തുടരുകയാണ്. ഇതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പാപ്പനംകോട് ഒരു ഇൻഷുറൻസ് ഏജൻസി ഓഫീസിൽ തീപിടുത്തത്തിൽ 2 പേർ മരിച്ച സംഭവവും ദുരൂഹതയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സ്ഥാപനത്തിലെ ജീവനക്കാരിയും പാപ്പനംകോട് സ്വദേശിയുമായ വൈഷ്ണവയാണ് മരിച്ചത്. മറ്റേയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ വൈഷ്ണവയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. DNA പരിശോധനയിലെല്ലാം വ്യക്തമാകും. വൈഷ്ണവയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ബിനു ആത്മഹത്യ ചെയ്തതാണെന്നാണ് സംശയം. കത്തിക്കരിഞ്ഞ ഓഫീസിനുള്ളിൽ നിന്ന് ഒരു കത്തി കണ്ടെടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 പാപ്പനംകോട് ജംഗ്ഷനിലെ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഇൻഷുറൻസ് ഓഫീസിൽ തീപിടുത്തമുണ്ടായത്. ആദ്യം പുക ഉയരുന്നതാണ് നാട്ടുകാർ കണ്ടത്. പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടായി. തുടർന്ന് തീ അതിവേഗം ആളിപ്പടർന്നു. ശേഷം ഗ്ലാസ് പൊട്ടിത്തെറിച്ച് തീയും പുകയും പുറത്തേക്ക് വന്നു. നാട്ടുകാർ ശ്രമിച്ചെങ്കിലും തീ അണയ്ക്കാനായില്ല. പിന്നീട് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഈ സമയത്താണ് 2 പേരെ കത്തിക്കരിഞ്ഞ നിലയിൽ ഓഫീസിനുള്ളിൽ കണ്ടെത്തിയത്. ഇരുവരും ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു.